നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം വാർത്തകൾ ഇതുവരെ വേഗത്തിൽ. ജൻസി പ്രക്ഷോഭത്തിനൊടുവിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി നേപ്പാൾ. അടിയന്തര ക്യാബിനറ്റ് ചേർന്ന തീരുമാനം. പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 19 പേർ. പ്രധാനമന്ത്രിയുടെ രാജിയടക്കം ഉന്നയിച്ച പ്രക്ഷോഭം തുടരാൻ പ്രതിഷേധക്കാർ. രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആര് എന്ന് ഇന്നറിയാം. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും പ്രതിപക്ഷത്ത് നിന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയും മത്സരരംഗത്ത്. വൈകിട്ടോടെ ഫലമറിയാം. അംഗബലം അനുസരിച്ച് NDA സ്ഥാനാർത്ഥിക്ക് ജയം ഉറപ്പ്. CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമാകുന്നു. എറണാകുളം ജില്ലയിലെ വിഭാഗീയത ഇസ്മായിൽ പക്ഷ സമ്മേളനത്തിൽ ഉയർത്തിയേക്കും. ജില്ലാ മുൻ സെക്രട്ടറി P രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സമ്മേളനത്തിൽ ഉന്നയിക്കാൻ ഒരു വിഭാഗം. കസ്റ്റഡി മർദ്ദന കേസുകളിൽ വകുപ്പ് തല നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. ദക്ഷിണ ഉത്തരമേഖല IG-മാർക്ക് DGP നിർദ്ദേശം നൽകി. കുന്നംകുളം PC മർദ്ദനത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ്. വ്യവസായം തുടങ്ങാൻ അനുയോജ്യമായ നാടായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യവസായ സൗകര്യങ്ങൾ ഉള്ള നഗരങ്ങളുടെ കൂട്ടത്തിലേക്ക് കേരളത്തെ വളർത്താനാണ് സർക്കാർ ശ്രമം. നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാണിക്കാൻ ശ്രമം ഉണ്ട് എന്നും കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിയിൽ മുഖ്യമന്ത്രി. ധർമ്മസ്ഥലയിൽ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഘടകം. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ BJP അധ്യക്ഷൻ സന്ദർശിച്ചു. കേസിൽ പുനരന്വേഷണത്തിന് നിയമസഹായം നൽകുമെന്ന് BJP. ലൈംഗിക ആരോപണങ്ങൾക്കിടെ പ്രതികരണവുമായി റാപ്പർ വേടൻ. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെ പോയി എന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നും വേടൻ. പത്തനംതിട്ട കോന്നിയിൽ നടന്ന കരിയാട്ടം പരിപാടിയിലായിരുന്നു വേടന്റെ പ്രതികരണം. ബലാത്സംഗ കേസ് റാപ്പർ വേടൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. നടപടി തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ്. പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചത് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഗതാഗത കുരുക്ക് പരിഗണിച്ചാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞത്. സമയപരിധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹർജി വീണ്ടും കോടതി പരിഗണിക്കുന്നത്. സർവീസ് റോഡുകളുടെ അടക്കം അറ്റകുറ്റപ്പണി നടക്കുന്നതിൽ വിശദാംശങ്ങൾ ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക. മറുപടി നൽകാൻ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സർക്കാർ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ഹർജി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഗവർണർ. 59 ഫ്ലോട്ടുകളും 91 കലാരൂപങ്ങളും അണിനിരക്കും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഇന്ന് പ്രാദേശിക അവധി. ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന്. ചെങ്ങന്നൂർ, മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. 9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. ജൻസി പ്രക്ഷോഭം ആളിപ്പടർന്നതോടെയാണ് ഈ നടപടി. അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടാണ് തീരുമാനമെടുത്തത്. പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്ന് യുവാക്കളോട് നേപ്പാൾ വാർത്താവിതരണ മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രക്ഷോഭകർക്കെതിരായ പോലീസ് നടപടിയിൽ 19 പേർ കൊല്ലപ്പെടുകയും 300-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അഭിലാഷ്, വലിയ പ്രതിഷേധം ആയിരുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ ആണ് തെരുവിൽ ഇറങ്ങിയത്. ഒടുവിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു നേപ്പാൾ സർക്കാരിന്. ഇത് പ്രക്ഷോഭത്തെ ശമിപ്പിക്കും എന്നാണോ സർക്കാർ പ്രതീക്ഷിക്കുന്നത്?
അഭിലാഷ്, ഇപ്പോഴത്തെ ഈ സമരം രാജ്യത്ത് നിരോധിച്ച പ്രമുഖ സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള ആപ്പുകൾ നിരോധിച്ചിരുന്നു. ഇതിന് എതിരെയായിട്ടാണ് പ്രതിഷേധമെങ്കിലും പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം ഇവയാണെങ്കിലും പ്രതിഷേധക്കാർ പറയുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട്. അതായത് നേപ്പാൾ സർക്കാരിലെ അഴിമതി അവർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. ഈ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും യുവാക്കൾ അടക്കം രംഗത്തെത്താൻ അവർക്ക് ഉള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളാണ്. ഇവയെ നിരോധിച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ തടഞ്ഞു നിർത്താനാണ് ഇപ്പോൾ ഈ KP ശർമ്മ ഒലി നയിക്കുന്ന സർക്കാർ മുന്നോട്ട് പോകുന്നത്. എതിരും കൂടെയാണ് ഇപ്പോൾ ഈ യുവാക്കൾ രംഗത്തെത്തിയെന്നുള്ളതാണ്. അവർ #നെപ്പോ ബേബീസ് നെപ്പോ കിഡ്സ് എന്നുള്ള ഹാഷ്ടാഗ് വെച്ചിട്ടുള്ള സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ നിരവധിയായി ഉന്നയിച്ചു വരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ മന്ത്രിമാരുടെ മക്കൾ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഈ ആഡംബര ജീവിതത്തെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലും റീലുകളിലൊക്കെ പറയുന്നുണ്ട്. ഇത്തരം റീലുകൾ ഈ മന്ത്രിമാരുടെ മക്കളടക്കം ലക്ഷറി കാറുകളിലും ആഡംബര ജീവിതങ്ങളുമൊക്കെ ഈ റീലുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനുള്ള പണം ഈ മന്ത്രിമാരുടെ മക്കൾക്ക് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ പ്രക്ഷോഭകർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് രാജ്യത്ത് കരമടയ്ക്കുന്ന ആൾക്കാരുടെ പണം അപഹരിച്ചു കൊണ്ടുപോയിട്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കുന്നു. പകരം ഇത്തരത്തിൽ ടാക്സ് അടയ്ക്കുന്ന സാധാരണക്കാർ വളരെ ശോഷിച്ച ജീവിതം നയിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഈ സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 26 സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചത് ഇത്തരം ആരോപണങ്ങളെ സർക്കാരിൽ നിന്ന് മാറ്റി നിർത്താനും സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമാണ് ഇത്തരത്തിൽ ആപ്പുകളെ നിരോധിച്ചത് എന്നുമാണ് ഈ പ്രക്ഷോഭകർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇന്നലെ രാവിലെ മുതൽ കാഠ്മണ്ഡുവിലെ വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് സമരവുമായി ഇറങ്ങിയത്. ഈ സമരത്തെ നിയന്ത്രിക്കാൻ ഇറങ്ങിയ പോലീസുകാരുടെ നടപടിയിൽ 20ഓളം യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. 300ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് രമേശ് ലേഖക് എന്ന നേപ്പാളിന്റെ ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിന് അത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയെ രാജിവെപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. മാത്രമല്ല, നിരോധിച്ച 26 ആപ്പുകൾക്കും വീണ്ടും പ്രവർത്തിക്കാനായിട്ട് അനുമതി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഇന്നലെ രാത്രി മുതൽ വീണ്ടും ഈ 26 ആപ്പുകൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള 26 പ്രധാനപ്പെട്ട ആപ്പുകൾക്കും രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ തിരികെ നൽകിയിരിക്കുന്നു. 7 ദിവസത്തേക്കായിരുന്നു ഈ ആപ്പുകൾക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ 7 ദിവസത്തെ നിരോധനം ഈ ശക്തമായ പ്രക്ഷോഭത്തിന് പിന്നാലെ സർക്കാരിന് നീക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതായത് വാർത്താവിനിമയ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇത്തരം രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ക്യാബിനറ്റിന്റെ തീരുമാനം. ആ തീരുമാനം അംഗീകരിക്കാത്ത 26 ആപ്പുകളെയാണ് താൽക്കാലികമായി നിരോധിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച എത്തുകയും അതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മുതൽ ഈ വരുന്ന വെള്ളിയാഴ്ച വരെയായിരുന്നു ഈ 26 സമൂഹ മാധ്യമ ആപ്പുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിശക്തമായ പ്രക്ഷോഭം, ഒരു സാധാരണ നിലയിലുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സമരം ഈ ഒരു സമരം മാറുമെന്ന് സർക്കാർ കരുതിയെങ്കിലും അവിടെ നിന്നില്ല. അവരുടെ കയ്യിൽ നിൽക്കാതെ അത് ഇന്നലെ രാവിലെ നേപ്പാളിൻ്റെ പതാകയും ദേശീയ ഗാനവും ഒക്കെ ചൊല്ലിക്കൊണ്ട് സമരക്കാർ തെരുവിലേക്ക് ഇറങ്ങുകയും അത് പിന്നീട് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വസതിയുടെ അടുത്തേക്കും പാർലമെന്റിന്റെ അടുത്തേക്കും ഒക്കെ എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു. അതാണ് അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ പ്രക്ഷോഭമായി തുടങ്ങുന്ന സാഹചര്യം. നേരത്തെ ബാൻ ചെയ്യപ്പെടാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രൂപപ്പെട്ട ഒരു കൂട്ടായ്മ, അത് പിന്നീട് ആയിരങ്ങളാകുന്നു, 10,000-ങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇതിപ്പോൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ മാത്രമല്ല, മറ്റ് നഗരപ്രദേശങ്ങളിലൊക്കെ ഇത്തരം വലിയ യുവജന പങ്കാളിത്തം ഉണ്ടാകുന്നു. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അടക്കം കടന്നു കയറുകയും അവിടെ തീ വയ്ക്കുകയും നിരവധി വാഹനങ്ങൾ അടക്കം തകർക്കപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം. അങ്ങനെ ഈ ഒരു പ്രതിഷേധം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലാണല്ലോ അഭിലാഷ് ഇങ്ങനെ ഉള്ള വിലക്കുകൾ നീക്കിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാൻ സാധിക്കും എന്ന് പൊതുവെ വിലയിരുത്തുന്ന പശ്ചാത്തലമുണ്ടോ? കാരണം അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധത്തിന് കാരണം ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചത് മാത്രമല്ല, അല്ലെങ്കിൽ വിലക്കിയത് മാത്രമല്ല, സ്വജനപക്ഷപാതം, അഴിമതി, സാമ്പത്തികമായ പ്രതിസന്ധി, യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഇത്തരം വിഷയങ്ങളെല്ലാം അതിരൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി കൊണ്ടോ
ഈ വിലക്ക് പിൻവലിച്ചതുകൊണ്ടോ ഈ പ്രതിഷേധം അവസാനിക്കുന്നു എന്ന് കണക്കാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല അഭിലാഷ്. കാരണം ഇപ്പോൾ ഈ ഒരു യുവാക്കളുടെ സമരത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടെ ലഭിച്ചിരിക്കുന്നു. പ്രതിപക്ഷ മുൻ മന്ത്രിമാരടക്കം ഇപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് യുവാക്കൾ അവരുടെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ പറയാനുള്ള ഒരു ആപ്പിനെ, പറയാനുള്ള ഒരു വഴിയെ അവർ സർക്കാർ അടച്ചിരിക്കുകയാണ്. അതുവഴി സർക്കാരിന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ മാത്രമല്ല, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് ഒരു വടി കൂടിയാണ് 20ഓളം യുവാക്കളുടെ മരണമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ആഭ്യന്തരമന്ത്രിയുടെ രാജി കൊണ്ട് ഈ ഒരു സമരത്തെ ചെറുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു യുവാക്കളുടെ കൂട്ടായ്മ മറ്റൊരു പ്രതിപക്ഷ കൂട്ടായ്മയായി മാറുമോ? അതായത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിപക്ഷ കൂട്ടായ്മയായി മാറി അത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു സംഘമായി മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇത് ഇപ്പോഴത്തെ സമരം ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വികാരം രാജ്യത്ത് മൊത്തം മലയടിപ്പിക്കാൻ ഈ ഒരു സമര കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊരു സാധാരണ സമരമായി ഒരു സമൂഹ മാധ്യമങ്ങളെ ബാൻ ചെയ്തതിൻ്റെ ഒരു പ്രതികാരം എന്നോണം ഒരു സമരമായി മാത്രമായി മാറിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അട്ടിമറിയിലേക്കുള്ളൊരു സാധ്യത ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, സർക്കാരിലെ മന്ത്രിമാരുടെ മക്കൾ അവർ രാജ്യത്തെ ടാക്സ് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നടക്കമുള്ള ശക്തമായ ആരോപണങ്ങൾ രാജ്യത്തെ മുഴുവൻ പൗരന്മാരിലേക്കും എത്തുന്ന, അല്ലെങ്കിൽ നേപ്പാളിന് പുറത്ത് ലോകത്തേക്ക് വരെ ചർച്ചയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം രാജ്യത്തിനകത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ KP ശർമ്മ ഒലിയുടെ സർക്കാരിനെ വരെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ശക്തമായ സംഘമായി ഇപ്പോഴത്തെ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മ മാറി എന്ന് വേണം നമുക്ക് കരുതാൻ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അലയൊലികൾ നേപ്പാളിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. എന്തായാലും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നടപടി, ഈ ഒറ്റ ദിവസത്തെ 24 മണിക്കൂർ നീണ്ട സമരത്തിനുള്ളിൽ തന്നെ സർക്കാർ ഈ യുവാക്കളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. അതാണ്, യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർ ആയിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായത്. മണിക്കൂറുകൾക്കകം തന്നെ സർക്കാരിന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതാണ്ട് വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. പിന്നീട് ആ കൂട്ടായ്മ വലുതാവുകയും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കഴിഞ്ഞ ദിവസം പോവുകയും ആ സമരം വളരെ പെട്ടെന്ന് അക്രമാസക്തമാകുന്ന സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അയൽരാജ്യം എന്ന നിലയിൽ അതിർത്തിയിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യവും അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം രാജ്യത്തിൻ്റെ പുതിയ ഉപരാഷ്ട്രപതി ആര് എന്ന് ഇന്നറിയാം. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്ത് ഉള്ളത്. വൈകിട്ട് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വോട്ടെണ്ണലും നടക്കുന്നുണ്ട്. നിലവിലെ അംഗബലം അനുസരിച്ച് NDA സ്ഥാനാർത്ഥിക്ക് ജയം ഉറപ്പാണ്. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്നറിയാൻ സാധിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ BRSഉം BJDയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നറിയിച്ചിട്ടുണ്ടല്ലോ. കാര്യമായൊരു ഭൂരിപക്ഷം ഇല്ലാതെയാകില്ലേ ഈ അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുക? അത് അഭിലാഷ് ചോദിച്ചതിൽ നിന്ന് തുടങ്ങാം. കാരണം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഭൂരിപക്ഷം കുറവായിരിക്കും. കാരണം ജഗ്ദീപ് ധൻകർ 2022 ഓഗസ്റ്റിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ്ട് 73% വോട്ടുകൾ നേടിയാണ്. അതായത് പോൾ ചെയ്ത വോട്ടിൻ്റെ 73% അന്ന് ധൻകർക്ക് നേടാനായി. പക്ഷേ അത് കഴിഞ്ഞ 6 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ കണക്കുകൂട്ടുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. 60%-ൽ താഴെയായിരിക്കാം ഒരുപക്ഷെ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം. ഏതായാലും ആ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ട് കക്ഷികളും, ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ NDAയും നടത്തുന്നുണ്ട്. ഏതായാലും CP രാധാകൃഷ്ണന് ജയം ഉറപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം NDAക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. 781 നിലവിലെ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. അതായത് 239 അംഗങ്ങൾ രാജ്യസഭയിൽ, 542 അംഗങ്ങൾ ലോക്സഭയിൽ. ബംഗാളിലെ ഒരു സീറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 542. അങ്ങനെ 781 പേരാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇതിൽ
NDAക്ക് ഏതാണ്ട് 425 അംഗങ്ങളുണ്ട്. BJPക്ക് മാത്രമായി 342 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. മറുവശത്തേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 324 MP-മാരുടെ പിന്തുണയാണുള്ളത്. കോൺഗ്രസിന് മാത്രമായി 126 പേരുണ്ട്. ഏതായാലും നിലവിലെ കണക്കുകൾ പ്രകാരം CP രാധാകൃഷ്ണനോ അല്ലെങ്കിൽ സുദർശൻ റെഡ്ഡിക്കോ ജയിക്കാൻ വേണ്ട വോട്ടുകൾ എന്ന് പറയുന്നത് 391 പക്ഷേ 3 പാർട്ടികൾ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഒന്ന് BRS ആണ്, മറ്റൊന്ന് BJD ആണ്. കൂടാതെ ശിരോമണി അകാലിദളും വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് 3 പാർട്ടികളും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബിജു ജനതാദൾ ഒഡീഷയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒഡീഷ ഭരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും NDAക്ക് എതിരായൊരു നിലപാടല്ല അവർ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത്. മറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒഡീഷയുടെ ക്ഷേമമാണ് ബിജു ജനതാദൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനില്ല എന്ന നിലപാടിലേക്ക് ബിജു ജനതാദൾ കടക്കുകയാണ്. മറ്റൊന്ന് BRS ആണ്. BRSും ചൂണ്ടിക്കാണിക്കുന്നത് 2 സർക്കാരുകളും, കേന്ദ്ര സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും തെലങ്കാനയിലെ കർഷകരെ വഞ്ചിക്കുകയാണ്. കാരണം അവിടെ വളത്തിന്റെ പ്രതിസന്ധി വലിയ തോതിൽ നേരിടുന്നുണ്ട് കർഷകർ. അവർക്ക് അനുകൂലമായ നിലപാട് 2 സർക്കാരുകളും സ്വീകരിക്കുന്നില്ല. ഒരുപക്ഷെ നോട്ട ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഈ കക്ഷികൾ പറയുന്നത്. ബിജു ജനതാദളിന് 7 അംഗങ്ങളുണ്ട്, BRSന് 4 അംഗങ്ങളാണുള്ളത്. അപ്പോൾ 11 പേരുടെ വോട്ടുകൾ അവർ വിട്ടുനിൽക്കുകയാണ്. സ്വാഭാവികമായും അത് NDAക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ കേന്ദ്രത്തിൽ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ NDAക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടികളല്ല. പക്ഷേ ഈ വിഷയത്തിൽ അവർ വിട്ടുനിൽക്കാൻ സ്വീകരിക്കുന്ന നിലപാട് സ്വാഭാവികമായും CP രാധാകൃഷ്ണൻ അനുകൂലമാണെന്ന് തന്നെ പറയാം. മറ്റൊരു കക്ഷി ശിരോമണി അകാലിദളാണ്. അവർക്ക് 1 അംഗം മാത്രമാണുള്ളത്. പഞ്ചാബിൽ നിലവിൽ പ്രളയത്തിന്റെ പിടിയിലാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യാനില്ല എന്ന നിലപാടിലേക്ക് അകാലിദളും എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ 3 കക്ഷികൾ ഏതാണ്ട് 12 വോട്ടുകൾ പോൾ ചെയ്യില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഏതായാലും മോക്ക് പോളുകൾ അടക്കം നടത്തിക്കൊണ്ട് പരമാവധി വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ 2 കക്ഷികളും നടത്തുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ജഗദീപ് ധൻഖറിന്റെ കാലാവധി 2027 വരെ ബാക്കി നിൽക്കുന്നതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹം രാജിവെച്ചതോടുകൂടിയാണ് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ധൻഖറിന്റെ ഒഴിവിലേക്ക് അല്ലെങ്കിൽ അപ്രതീക്ഷിതമാകുന്ന ഒരു രാജിയിൽ നിന്നാണ് അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ച ചില കണക്കുകളുണ്ട്. ഒപ്പം ചില കൗതുകകരമാകുന്ന കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. സാധാരണ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിപ്പ് നൽകുക എന്നത് സാധ്യമല്ല. അപ്പോൾ ഏത് MP-ക്ക് വേണമെങ്കിലും ആർക്കിഷ്ടം ഉള്ള സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഈ 2 പക്ഷത്തും, അതായത് ഇപ്പോൾ BJPയിലുമാകട്ടെ കോൺഗ്രസിലുമാകട്ടെ ഇടഞ്ഞു നിൽക്കുന്ന ചില MP-മാരുണ്ടല്ലോ. അതിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേര് ശശി തരൂരിൻ്റെതാണ്. ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിൻ്റെ MP ആണ് എന്ന് പറയുമ്പോൾ പോലും BJPയുടെ ചില നയങ്ങളോട്, BJP പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നയങ്ങളോടൊക്കെ ഇപ്പോൾ യോജിപ്പ് പുലർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം അവിടെ ഈ ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. രഹസ്യ സ്വഭാവത്തിലുള്ള വോട്ടെടുപ്പാണ്. അതുകൊണ്ട് തന്നെ തരൂർ ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊന്നും ആർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടല്ലോ. അങ്ങനെയുള്ള ചില കണക്കുകൂട്ടലുകൾ ഈ കോൺഗ്രസിനും BJPക്കുമുണ്ടോ? അതെ അഭിലാഷ്, അങ്ങനെ ചില കണക്കൂട്ടുകളുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും അത് പ്രകടമായിരുന്നു. കാരണം CP രാധാകൃഷ്ണൻ എന്ന പേരിലേക്ക് എത്തുമ്പോൾ അതൊന്ന് RSS പശ്ചാത്തലമുള്ള നേതാവ്, BJP നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെയാണ് CP രാധാകൃഷ്ണനിലൂടെ BJP മുന്നോട്ട് വെച്ചത്. ഒന്ന്, ദക്ഷിണേന്ത്യ BJP ലക്ഷ്യം വെക്കുന്നു. രണ്ടാമതായി ഒരു ഹാർഡ് കോർ നേതാവിനെ കൂടി കൊണ്ടുവരുന്നത് എന്നതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവരുമ്പോൾ DMKയുടെ നിലപാട് എന്താകുമെന്ന ചോദ്യമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ DMK വ്യക്തമാക്കിയ കാര്യം കേവലം തമിഴ്നാട്ടിൽ നിന്നുള്ള ആള് എന്നതിലുപരി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന നിലപാട് DMK പങ്കുവച്ചതാണ്. എങ്കിൽ പോലും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുടെ ചില വോട്ടുകളെങ്കിലും BJP പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത്. മറുവശത്ത് തെലങ്കാന എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന്ധ്ര എടുക്കുകയാണെങ്കിലും സുദർശൻ റെഡ്ഡി തെലുങ്കുനാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ BRSന്റെ നിലപാട് എന്ത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നിർണായകമായിരുന്നു. പക്ഷേ BRS വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ TDP നിലവിൽ NDAയുടെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ 2ാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ്. അവരുടെ നിലപാട് എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹത്തിന്
11 എംപിമാരുണ്ട് ആ പാർട്ടിക്ക്. ആ പാർട്ടിയുടെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. പക്ഷേ YSR കോൺഗ്രസും NDA പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഏതെങ്കിലും ചില എംപിമാരുടെ വോട്ടുകൾ മാറി വന്നേക്കാമെന്നൊരു പ്രതീക്ഷ രണ്ട് പക്ഷത്തിനുമുണ്ട്, രണ്ട് സഖ്യത്തിനുമുണ്ട്. ഏതായാലും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി അടുത്ത ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുമ്പോൾ തന്നെ സ്വന്തം അക്കൗണ്ടിലെ വോട്ടുകൾ പൂർണ്ണമായും ലഭിക്കുന്നുണ്ടോ, എതിർചേരിയിൽ നിന്നുള്ള വോട്ടുകൾ രണ്ടു വിഭാഗത്തിനും ലഭിക്കുമോ എന്നതൊക്കെയാണ് നിർണായകമാകാൻ പോകുന്നത്. അത് രാഷ്ട്രീയമായി കൂടി ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറച്ച് ചർച്ചകളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ വൈകിട്ട് ഒരു 8 മണിയോടുകൂടി പുതിയ ഉപരാഷ്ട്രപതി ആര്, അത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിലെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്തിന് സാധ്യതയാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ പരസ്യ നിലപാടെടുത്ത നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ വനിതാ നേതാക്കൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി നിലപാട് കടുപ്പിച്ചതോടെയാണ് ഈ പൊളിച്ചെഴുത്തിന് വഴി തുറക്കുന്നത്. ബീഹാർ BD പോസ്റ്റിലെ ജാഗ്രതക്കുറവും പുനഃസംഘടനയ്ക്ക് നേതൃത്വത്തെ നിർബന്ധിതരാക്കി എന്നാണ് സൂചന. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാൻ കുര്യൻ ആണ്. ഡാൻ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം, രാഹുലിനെ എതിർത്തവർക്ക് നേരെയുള്ള സൈബർ ആക്രമണം, അങ്ങനെ പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു സൈബർ വിങ് അത്ര കരുത്തർ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിൽ അവർ കരുത്ത് കാണിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഏത് നിലയിലുള്ള ഒരു അഴിച്ചുപടിക്കാണ് സാധ്യത ഡാൻ? അഭിലാഷ്, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം VT ബൽറാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ബീഹാർ പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ DMCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ ചില പ്രസ്താവനകൾ ഉണ്ടായത്. രാഹുൽ വിവാദം അതിനു മുമ്പ് മുതൽ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ ബീഹാർ BD വിവാദം ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷി നേതാക്കളടക്കം വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് DMCയിൽ കൃത്യമായ ഒരു സ്ക്രൂട്ടണി വേണം എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം തന്നെ എത്തിയിരിക്കുന്നത്. നിലവിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രൊഫഷണൽ ആളുകളുണ്ട്, പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട്. അതിനു പുറമെ ഈ സൈബർ പോരാളികളുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ രാഹുലിനെതിരെ നിലപാടെടുത്ത കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളായ ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഈ സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്നതിനെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമാനമായ തരത്തിലുള്ള വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിലപാട് കടുപ്പിച്ചുകൊണ്ട് പരസ്യമായി തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട സൈബർ പോരാളികളെ വെച്ച് കോൺഗ്രസ് ജീവിക്കുന്നത് റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ വിവാദം ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് DMCയുടെ പ്രവർത്തനത്തിൽ സമൂലമായ ഒരു പൊളിച്ചെഴുത്തിന് വഴി തുറന്നേക്കുമെന്നൊരു സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മുതിർന്ന നേതാക്കളുടെ കൃത്യമായ മേൽനോട്ടത്തിലായിരിക്കും ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം ഇനി നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുമതല KPCC നേതൃതലത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാരവാഹിക്ക് കൈമാറാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ എത്തും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിൽ പാർട്ടി നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വലിയ തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ വന്നതോടെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി DMCയിൽ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന ആവശ്യത്തിന് ബലമേകുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ സോഷ്യൽ മീഡിയ നയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ. പ്രത്യേകിച്ച് VD സതീശൻ അടക്കം നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കേണ്ട സമയമാണ്. അതിനിടയിലായിരുന്നു ഇടുത്തി പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ ഇടിമുറികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയം കൂടിയാണിത് എന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾക്കിടയിലാണ് CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നത്. നാളെ ആലപ്പുഴയിൽ ആണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. ദീപശിഖ റാലി ഇന്ന് വയലാർ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് ആരംഭിക്കും. സമ്മേളന നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതിനായി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ട് എങ്കിലും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത.
പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനും CPIM-നും എതിരെ രൂക്ഷ വിമർശനം സമ്മേളനത്തിൽ ഉയർന്നേക്കും. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, രണ്ട് തലത്തിലാണല്ലോ ഈ വിഷയത്തെ നമുക്ക് നോക്കിക്കാണേണ്ടത്. ഒന്ന്, സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPI, അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, മന്ത്രിമാരുടെ പ്രകടനങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അതേസമയം തന്നെ പാർട്ടി ആഭ്യന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളം ജില്ല, അത്തരം വിഷയങ്ങൾ ഏത് നിലയിലായിരിക്കും സമ്മേളനത്തിൽ ഉയർന്നു വരികയെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ, നമുക്കറിയാം ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി കൊല്ലം, എറണാകുളം, ഒപ്പം തന്നെ പത്തനംതിട്ട തുടങ്ങിയ ഇടങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള വിഭാഗീയ കാഴ്ചപ്പാടുകളെ എല്ലാം മറികടന്നുകൊണ്ട് സമ്മേളനത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം ആ രീതിയിലുള്ള അനുരഞ്ജന ചർച്ചകളും ഒപ്പം തന്നെ നേതാക്കന്മാരുമായി സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ അത്തരമുള്ള സംസാരങ്ങൾ, അത്തരമുള്ള അനുനയിപ്പിക്കൽ ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കൃത്യമായ ഒരു താക്കീതോടു കൂടിയാണ്, അതായത് വിഭിന്ന സ്വരങ്ങൾ ഉയർന്നാൽ അത്തരത്തിലുള്ള വിഭാഗീയ ആശയങ്ങളുമായി ആരും ആലപ്പുഴയ്ക്ക് വണ്ടി കയറേണ്ടതില്ല എന്ന് അദ്ദേഹം സംസ്ഥാന കൗൺസിൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ തന്നെ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത്തരത്തിലൊരു വിഭാഗീയ കാഴ്ചപ്പാടുമായി ആരും പോകേണ്ടതില്ല എന്നുള്ളതാണ്. കാനം പക്ഷത്തിന്റെ കൂടെ പൂർണ്ണ പിന്തുണയോടുകൂടി ബിനോയ് വിശ്വം തന്നെ ഇത്തവണയും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്ന. അത്തരത്തിൽ മറ്റൊരു മത്സര സാധ്യതകളൊന്നുമില്ല. അങ്ങനെ ഒരു മത്സര സാധ്യതകളിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ അതിൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉൾപാർട്ടി ജനാധിപത്യം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ അദ്ദേഹം പുറത്തു പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനം ഉയർന്ന ഘട്ടത്തിലായിരുന്നു ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPI കടന്നത്. പക്ഷേ ചുരുക്കമിടങ്ങൾ ഉയർന്ന, ഇപ്പോൾ പത്തനംതിട്ടയൊക്കെ ചിറ്റയം ഗോപകുമാറിനെ ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ചുരുക്കം ചില ഇടങ്ങളിൽ ഉയർന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം ചുരുക്കം ചില ഇടങ്ങളിലായി ചുരുങ്ങുന്നതാണ് നമ്മൾ ജില്ലാ സമ്മേളനങ്ങളിലുടനീളം കണ്ടത്. പക്ഷേ ഇത്തവണയും അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ ഒതുക്കി മുന്നോട്ട് പോകുന്നു എന്നൊരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല കാര്യങ്ങൾ പോവുക, അത്ര സ്മൂത്തായി കാര്യങ്ങൾ പോകില്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം സർക്കാരിനെതിരെയുള്ള വിമർശനം തന്നെയാണ് പ്രധാനമായും ഈ ഇടതുമുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയായ CPI അവർ എടുക്കേണ്ട നിലപാടുകൾ പലപ്പോഴും അയവ് വരുത്തുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള ആക്ഷേപം വലിയ രീതിയിലുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഇപ്പോൾ നമുക്കറിയാം കെ രാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണം. നമുക്കറിയാം പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആകെ കത്തിപ്പടർന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ, അത്തരം കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് അതിനകത്ത് എടുക്കേണ്ട നിലപാടുകൾ CPI വെള്ളം ചേർക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നാളെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. ഇന്ന് ഉച്ചയോടുകൂടി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിക്കും. നാളെ രാവിലെ 10 മണിക്കാണ് കളർകോട് നടക്കുന്ന കാനം രാജേന്ദ്രൻ സമ്മേളന നഗരിയിൽ ബിനോയ് വിശ്വം അതിന് ദീപശിഖ പകരുക. അതോടുകൂടി 3 ദിവസം നീളുന്ന സമ്മേളനങ്ങൾക്ക്, പ്രതിനിധി സമ്മേളനങ്ങൾക്കാണ് തുടക്കമാവുക. എന്തായാലും വലിയ അട്ടിമറിയോ മറ്റ് സാധ്യതകളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വികസന കാഴ്ചപ്പാട് മുഖ്യ പ്രമേയമായി, മുഖ്യ അജണ്ടയായി ഇത്തവണത്തെ സമ്മേളനം മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് മുൻനിർത്തിയുള്ള അത് മുഖ്യ അജണ്ടയായി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനമായിരിക്കും ആലപ്പുഴയിൽ നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ആലപ്പുഴയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രിമാരുള്ള പി പ്രസാദ് അടക്കമുള്ള മന്ത്രിമാരുള്ള ഇടമാണ്. കാർഷിക മേഖലയിലൊക്കെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, കാർഷിക ആത്മഹത്യകൾ അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ എത്രമാത്രം മന്ത്രിമാർക്ക് ഇടപെടൽ നടത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ സമ്മേളനത്തിൽ എങ്ങനെ മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ്. എന്തായാലും വലിയ വിഭാഗീയ ഇസ്മായിൽ പക്ഷമൊക്കെ അത്തരത്തിൽ ആ ഒരു വലിയ രീതിയിൽ
ഒരു എതിർപ്പുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതകളൊന്നും ഈ സമ്മേളനത്തിൽ കാണുന്നില്ല. അങ്ങനെ അട്ടിമറി സ്വഭാവം ഉണ്ടാവാനും സാധ്യതയില്ല. ബിനോയ് വിശ്വം തന്നെ ആ സംസ്ഥാന നേതൃത്വത്തിനെ നയിക്കും എന്നുള്ള വിവരങ്ങളും ആണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എത്ര അനുനയ ശ്രമങ്ങളും കാര്യങ്ങളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ തന്നെയും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും മന്ത്രിമാരുടെ പെർഫോമൻസിലുള്ള വീഴ്ചകളും ഒക്കെ അതിൽ അഭിപ്രായം പറയേണ്ട ആർജവം കാണിക്കാത്ത മന്ത്രിമാർക്കെതിരെയുമൊക്കെ വലിയ വിമർശനം ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിലും ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, യെസ്, ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ ആ നിലയിൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിലും ചർച്ച ചെയ്യപ്പെടുമോ, ഒപ്പം സർക്കാരിൻ്റെ വിലയിരുത്തൽ ആയി മാറുമോ? പ്രത്യേകിച്ച് ഇടിമുറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണി നൽകിയത്. ധർമ്മസ്ഥലയിൽ ചില രാഷ്ട്രീയ ട്വിസ്റ്റുകൾ ഉണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ധർമ്മസ്ഥല കൂട്ടസംസ്കാര ആരോപണത്തിൽ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി BJP സംസ്ഥാന ഘടകം രംഗത്തു വന്നിരിക്കുന്നു. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര സന്ദർശിച്ചു. സൗജന്യ കേസിൽ പുനരന്വേഷണത്തിനായി നിയമസഹായം നൽകുമെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകി. സൗജന്യ കൊല്ലപ്പെട്ട 13 വർഷത്തിന് ശേഷം ആണ് BJPയുടെ ഈ നീക്കം. കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടിയാണ് ഈ നീക്കം ഇടയാക്കിയിട്ടുള്ളത്. ദക്ഷിണ കന്നഡ BJP MP ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ടയും സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ഉണ്ടായിരുന്നു. വൈകാരിക രംഗങ്ങൾക്കാണ് കൂടിക്കാഴ്ച വഴിവെച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ചില രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്കറിയാം. ഈ വിഷയം പല മാധ്യമങ്ങളും ആദ്യം ചർച്ച ചെയ്യാൻ മടിച്ച ഒന്നാണ്. ന്യൂസ് 18 തുടർച്ചയായി വാർത്തകൾ അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ SIT ഇപ്പോഴും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടെയാണല്ലോ പതിറ്റാണ്ടുകളായി നീതിക്ക് വേണ്ടി പോരാടുന്ന കുടുംബത്തിന് പിന്തുണയുമായി ഇപ്പോൾ BJP എത്തുന്നത്. ഈ നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായും അഭിലാഷേ, SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. അതായത് ഈ സൗജന്യ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട് 13 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം. പ്രത്യേകിച്ച് ഈ ധർമ്മസ്ഥലയിൽ ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് തന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ഈ സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ടൽ ഗൌഡ, ഇദ്ദേഹമാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് മുൻപന്തിയിലുള്ളത്. ഇവരെ നേരിട്ട് കാണാൻ വേണ്ടി ഇത്തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായി എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. ഇവരുമായി മണിക്കൂറുകളോളം സൗജന്യയുടെ വീട്ടിലെത്തി ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ കേസിൽ ഇത് നേരത്തെ സുപ്രീം കോടതി ഇതിൽ ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെട്ടു, സന്തോഷ് റാവു എന്ന് പറയുന്ന ഇയാളെ അവസാനം കുറ്റവിമുക്തരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പുനരന്വേഷണവുമായി പോവുകയാണെങ്കിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകാമെന്ന ഉറപ്പും കുടുംബത്തിന് നൽകി. വളരെ വൈകാരികമായ രംഗമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടി വരും. അത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇദ്ദേഹം ഇവരെ വീട്ടിൽ സന്ദർശിക്കുന്ന, കാരണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നത് BJP MLA-മാരാണ്. നിയമസഭയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റിക്കെതിരെ ഇവരുടെ പ്രതികരണവും അതുപോലെ തന്നെ പ്രസ്താവനയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവവികാസം എന്നതും ശ്രദ്ധേയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിരോധത്തിലായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ കുടുംബത്തിന് വലിയ തോതിലുള്ള പിന്തുണ ഈ BJP പ്രവർത്തകർ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ ഉൾപ്പെടെ ഒരു പിന്തുണ ഈ കുടുംബത്തിന് തുടക്കം മുതൽ തന്നെയുണ്ട്. 2023 ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളെ കുറ്റവിമുക്തരാക്കുന്നത്. അതിനുശേഷമാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന സംഘടന രൂപീകരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ നീക്കം. എന്തായാലും BJPയുടെ ഇനി അടുത്ത നീക്കം എന്നതും വളരെ ശ്രദ്ധേയമാണ്. SIT അന്വേഷണം വളരെ ഊർജിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ബംഗളഗുഡ്ഡെ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ വിട്ടല ഗൌഡ എന്ന് പറയുന്ന ആൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരം ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത് പ്രസക്തമാകുന്നത് BJPയുടെ ഇനി അടുത്ത നീക്കം എന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുമായ മനാഫിനെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നുണ്ട് എന്നതാണ്. അല്പസമയം മുമ്പാണ് മനാഫിനെ ബെൽത്തങ്ങാടി ഓഫീസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഇന്നലെ 1 മണിയോട് കൂടിയാണ് മനാഫ് SITക്ക് മുന്നിൽ ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ ഹാജരാകുന്നതും. ഇന്നും ഇയാളെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. പ്രധാനമായും വിദേശ ഫണ്ട് വന്നു എന്ന ഒരു ആരോപണമാണ് മനാഫിനെതിരെ ഉയർന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ SIT വിശദമായ പരിശോധന നടത്തുന്നു. മനാഫിനോടൊപ്പം തന്നെ അഭിഷേക് എന്ന് പറയുന്ന യൂട്യൂബറെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മഹേഷ് ഷെട്ടി, തിമിരോടി, ടി ജയന്ത്, ഗിരീഷ് തുടങ്ങിയ ആക്ഷൻ കമ്മിറ്റി നേതാക്കളുടെ ഒക്കെ മൊഴി SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും 53 ദിവസമായിരിക്കുന്നു SIT അന്വേഷണം. ഇതുവരെ SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല ഫോറൻസിക് പരിശോധനാ ഫലം ബൈജു സൂചിപ്പിക്കുന്നത് പോലെ ദിവസങ്ങൾ പിന്നിടുകയാണ്. ഏതാണ്ട് 2 മാസത്തോളം ആകുന്നു. ഇത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധനകളൊക്കെ നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ പരിശോധനകൾ അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. കൂടുതൽ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ സംശയകരമായ ഇടങ്ങളിലേക്കോ ഒക്കെ പരിശോധന വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലിപ്പോൾ ഈ ഫോറൻസിക് പരിശോധനാ ഫലമടക്കം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരം വലിയ കടമ്പകൾ ഇനിയും തുടരുകയല്ലേ? കാരണം ഇതിൽ ഈ DNA പരിശോധന ഇതാ മനുഷ്യൻ്റേതാണോ ഈ അസ്ഥികൂട ഭാഗമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ അസ്ഥികൂട ഭാഗവുമായി സാമ്യമുള്ള DNAകളെ പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ അതിസങ്കീർണമായ നടപടിക്രമങ്ങൾ തുടരാൻ തന്നെയല്ലേ ഈ സംഘത്തിൻ്റെ തീരുമാനം? തീർച്ചയായും അഭിലാഷേ, ഇക്കാര്യത്തിൽ ഒരുപാട് സങ്കീർണതകളുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ DNA പരിശോധനാ ഫലം അതൊക്കെ വലിയ കാലതാമസം ഉണ്ടാകുന്ന കാര്യമാണ്. ഏതായാലും ഇത് മനുഷ്യന്റെ അസ്ഥികൂടമാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര പഴക്കമുണ്ട്, ഏത് രീതിയിലുള്ള മരണമാണ്, അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പുതുതായി ഈ ബംഗളഗുഡയിൽ നിന്നും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ഈ ഗൂഢാലോചന, ഈ പ്രധാനമായും ക്ഷേത്രത്തെ തകർക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വിദേശത്ത് നിന്നും ഉൾപ്പെടെ ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ആരോപണം ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. SITക്ക് മുന്നിൽ അവരുടെ മുന്നിൽ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളും. അതായത് SIT പ്രധാനമായും ഈ സംഭവത്തിന് കൃത്യം സത്യാവസ്ഥ എന്താണ് എന്ന കാര്യമാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനപ്പുറം ശാസ്ത്രീയ തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്, കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് SIT ഇപ്പോൾ കടക്കുന്നത്. 90 ദിവസത്തിനകമാണ് ഇത്തരത്തിൽ കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കും. ഇതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. SIT അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയമായ ചില വഴിത്തിരിവുകൾ, പ്രത്യേകിച്ച് സൗജന്യയുടെ കുടുംബത്തിന് നിയമസഹായമടക്കം ഉറപ്പു നൽകുകയാണ് BJP. ആ കുടുംബത്തെ സന്ദർശിക്കാൻ BJP നേതാക്കൾ തയ്യാറാവുകയും ചെയ്തു. ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് വേടൻ ഹാജരായിട്ടുള്ളത്. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് വേടൻ പ്രതികരിച്ചു. ഇവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് മിണ്ടിട്ടൊക്കെ തന്നെ പോളോ ചോദ്യം ചെയ്തത് സഹകരിക്കും തീർച്ചയായും. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടായാലും ജാമ്യം നൽകണമെന്ന നിർദ്ദേശവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയായിരിക്കില്ലേ ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിലും വേടൻ പറയാൻ പോകുന്നത്? സ്വാഭാവികമായും അഭിലാഷ് അത് തന്നെ ആയിരിക്കും വേടൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെയും കോടതിയിൽ വേടൻ വ്യക്തമാക്കിയിരുന്നത് ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഇവരുമായി പരിചയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദങ്ങൾ ബാലിശമായ കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് തന്നെ അപകീർത്തിപ്പെടുത്തുക, പണം തട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേസുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വേടൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇത്തരം വാദങ്ങൾ പരിശോധിച്ചുകൊണ്ട് കോടതിയും ജാമ്യം അനുവദിക്കുകയായിരുന്നു. കാരണം ഒരു കോടതി പറഞ്ഞ ഒരു ശ്രദ്ധേയമായ പരാമർശം, ചില ബന്ധങ്ങൾ
ബന്ധങ്ങൾ അത് ഇടയ്ക്ക് വെച്ച് മുറിയുമ്പോൾ ചില ബ്രേക്കപ്പുകൾ ഉണ്ടാകുമ്പോൾ പിന്നീട് അത് ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. എല്ലാ ബന്ധങ്ങളും ഒരേപോലെ തന്നെ കാണാൻ സാധിക്കുകയില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ കോടതി നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോടതി വേടന് കർശനമായ ഉപാധികളോടെ തന്നെയാണ് വേടന് ജാമ്യം അനുവദിക്കുകയും ഈ ദിവസം സെപ്റ്റംബർ 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഈ ജാമ്യാപേക്ഷയിൽ സമർപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ വ്യക്തമാക്കി തന്നെ അപകീർത്തിപ്പെടുത്തുക ഒരു കൂട്ടം പേരുടെ ഇതിന് ഇരയായിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഈ ആക്ഷേപവുമായി മുന്നോട്ട് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വേടൻ പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് തെളിവായിട്ട് പറയുവാനുള്ളത്, ഈ കാര്യങ്ങളിൽ എന്ത് ബോധിപ്പിക്കാനുണ്ട് അന്വേഷണ സംഘത്തിന്? കാരണം ഇവർ കുറേയധികം ഡിജിറ്റൽ തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ അന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാക്കിയിരുന്നു. പെൺകുട്ടിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ വേടന്റെ ഭാഗത്തും ചില കാര്യങ്ങൾ ഹാജരാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അടക്കം താൻ എത്തപ്പെട്ടു, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ താൻ ഇതുമൂലം അനുഭവിക്കേണ്ടി വന്നു എന്നതടക്കമുള്ള വാദങ്ങളിൽ പെൺകുട്ടിയുടെ ഭാഗത്ത് യുവതിയായ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് ഇവർ ജോലിക്ക് പോയിരുന്നുവെന്നും ഈ കാലയളവിൽ അവർക്ക് മറ്റൊന്നും മാനസിക വിഷയങ്ങളുള്ളതായിട്ട് തനിക്ക് അറിയില്ല എന്നും അതിനെ അയച്ച സന്ദേശങ്ങളടക്കം മൊബൈൽ സന്ദേശങ്ങളടക്കമുള്ള ബോധിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു വിശദമായ ഒരു പരിശോധന ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവായി എന്ത് സമർപ്പിക്കാൻ കഴിയും, മറ്റ് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ, പണമിടപാട് സംഭവിച്ച കാര്യങ്ങളിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചോദിച്ചറിയാം. പോലീസിന് ഇന്ന് ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ റാപ്പർ വേടനുണ്ട്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിടുക എന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഉള്ളത്. അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതാണ്, ഈ സമയത്ത് ഇല്ല എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മറ്റ് 2 പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയിലാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പിന്നീട് ഒരു മെല്ലെപ്പോക്കാണ് ഉണ്ടായിരുന്നത്. അതിൽ പോലീസ് ആക്ഷേപം നേരിടുന്നുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ 2 കേസുകളും സെൻട്രൽ പോലീസിലാണ്. ഇത് തൃക്കാക്കര സ്റ്റേഷനിലാണ്. അതുകൊണ്ടാണ് ഈ യുവതിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇപ്പോൾ റാപ്പർ വേടൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എത്തിയിരിക്കുന്നത്. റാപ്പർ വേടൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് വേടൻ പറഞ്ഞത്. അതേസമയം ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വേടൻ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയി എന്നാണ്. എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകില്ല, ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നതായിരുന്നു വേടന്റെ ആ പ്രതികരണം. പത്തനംതിട്ട കോന്നിയിൽ നടന്ന കരിയാട്ടം എന്ന പരിപാടിയിൽ ആയിരുന്നു വേടൻ ഇങ്ങനെ പ്രതികരിച്ചത്. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം ലഭിച്ചു. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എളമക്കര പോലീസ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ സനൽകുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, അപകീർത്തികരമായ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെയായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? മുംബൈയിലെത്തിയ സനൽകുമാർ ശശിധരൻ, വിദേശത്ത് നിന്ന് മുംബൈയിലെത്തിയ സനൽകുമാറിനെ പോലീസ് അവിടെ വെച്ച് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. പിന്നീടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇളമക്കര പോലീസിലെ ഈ വിവരം അറിയിക്കുകയും ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിലെത്തിച്ചു. ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് താൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ നടിയുടെ ആരോപണങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് കേസെടുത്തിരുന്നു. അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. ഇന്നലെ രാത്രി തന്നെയും സനൽകുമാറിനെ ഇവിടെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയിരുന്നു. സ്വന്തം നിലയിൽ തന്നെയാണ് സനൽകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതി ആ ജാമ്യ ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. നേരത്തെ ഇതേ പരാതി തന്നെ സമാനമായ രീതിയിൽ തന്നെ ഒരു വർഷം മുൻപ് ഉയർന്നിരുന്നതാണ്.
അന്നും ഈ കേസിൽ ജാമ്യം നേടിയിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകളുടെ കൂടി ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുതിയ പരാതിയിലേക്ക് വന്നത്. ഏതായാലും ആ പരാതിയിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇന്ന് ആ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യും. ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് തുടർ നടപടികൾ തീരുമാനിക്കുക. അഭിലാഷ്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ ഇപ്പോൾ നൽകിയത്. ഇടവേള. ഈ വൈബ്, ഈ കാഴ്ച ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അനുഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വിടണോ എന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആളുകൾ. കാരണം അത്രമാത്രം രസമുള്ള കാഴ്ച. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യേക തരം താളം, ആ താളത്തിനൊത്ത് അരമണി കിലുക്കി അവരാ കുമ്പയൊക്കെ കുലുക്കി വരുന്ന വരവ് കണ്ട അത് ഒരു വേറെ ഭംഗി തന്നെയാണ്. ആദ്യമായി 10,000 രൂപ കടന്നു. പവന് 80,880 രൂപയാണ് ഇന്നത്തെ വില. ഒരു പവൻ സ്വർണം വാങ്ങാൻ ഉപഭോക്താവ് 90,000 രൂപയിൽ അധികം നൽകേണ്ട സാഹചര്യം ആണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള സാഹചര്യം നമുക്കറിയാം. അതിനിടെ ഡോളർ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം സ്വർണത്തിന് വില കയറ്റും എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് സ്വർണ്ണവില ഉയരുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. പവന് 80,880 രൂപ. അതായത് ഒരു ഗ്രാമിന് 125 രൂപയാണ് ഇന്നലത്തെക്കാൾ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമിന് 10,110 രൂപയാണ് ഇന്നത്തെ റേറ്റ്. അതായത് ഒരു പവന് 80,880 രൂപ ആണ് ഇന്നത്തെ റേറ്റ്. അതിൽ നമ്മൾ സ്വർണ്ണമായി അത് വാങ്ങുമ്പോൾ പണിക്കൂലിയെല്ലാം അടക്കം 90,000 രൂപയോളം നമ്മൾ ഒരു പവന് മുടക്കേണ്ടി വരും. അതായത് സ്വർണത്തിനെ ഒരു നിക്ഷേപമായി ആളുകൾ കാണുന്നു. ആ നിക്ഷേപത്തിൽ ആത്മവിശ്വാസത്തോടെ അവർ പണം ചെലവഴിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. അതുപോലെ ട്രേഡിങ്ങിൽ സ്വർണം ആൾക്കാർ കൈവിടാതെ നിർത്തുന്നു. ഇതൊക്കെയാണ് സ്വർണ്ണവില അതിശക്തമായി മുന്നോട്ട് ഉയരാൻ കാരണം. മാത്രമല്ല, ട്രംപിന്റെ താരിഫ് നികുതിയും US ഫെഡറൽ പലിശ നിരക്ക് കുറയുന്നതുമൊക്കെ സ്വർണ്ണവില ഏറാൻ കാരണമാകുന്നുണ്ട്. മാത്രമല്ല, ജ്വല്ലറികളുടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ സ്വർണ്ണവില ഇനിയും വരും ദിവസങ്ങളിൽ ഉയരാനും ഒരു പക്ഷേ പവന് 90,000 കടക്കാനുമൊക്കെ ഉള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെ ഗ്രാമിന് 10 രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം 50 രൂപ അത് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് അത് ഗ്രാമിന് 125 രൂപ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു ഗ്രാമിന് 10,110 രൂപയും ഒരു പവന് 80,880 രൂപയും എത്തിയിരിക്കുന്നു. ഇത് സർവകാല റെക്കോർഡാണ് സ്വർണത്തിന്റെ വിലയിൽ. അഭിലാഷ്. യെസ്, അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ താരിഫ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ നിക്ഷേപകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും സംശയത്തിന്റെ നിഴലിൽ ആക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്വർണം കൂടുതൽ കരുത്ത് ആർജിക്കുന്നത്. സ്വർണം എന്നത് ഒരു സേഫായ നിക്ഷേപം എന്ന നിലയിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാറുമ്പോൾ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡിൽ എത്തിയിരുന്നു. പ്രത്യേകിച്ച് $3,653.16 എന്നുള്ളതായിരുന്നു രാജ്യാന്തര വിപണിയിലെ വില. അതായത് ഒറ്റയടി $65 ആണ് സ്വർണത്തിന് വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ സ്വർണ്ണവില ഉയരും എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ മാർക്കറ്റുകളിൽ ഒന്നാണ് കേരളം. അത് ആഭരണം എന്ന നിലയിലും നിക്ഷേപം എന്ന നിലയിലും. എന്തായാലും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില റെക്കോർഡ് ഭേദിക്കുകയാണ്. ഗ്രാമിന് ആദ്യമായി 10,000 മുകളിലേക്ക് വിലയെത്തിയിരിക്കുന്നു. 10,110 രൂപ. എന്തായാലും അതായത് അഭിലാഷ്, വിപണിയെ പലപ്പോഴും ഈ വില ബാധിക്കാറുണ്ട്. പൊതുവെ മലയാളികൾക്ക് സ്വർണത്തോടുള്ള ഒരു ഭ്രമമൊക്കെ കുറയുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇടത്തരക്കാരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപമായി മാറുന്നതും സ്വർണം തന്നെയാണ്. ഇപ്പോൾ ബാങ്കുകളെയൊക്കെ സമീപിച്ചാലൊന്നും പെട്ടെന്ന് പണം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഒരല്പം സ്വർണ്ണമുണ്ടെങ്കിൽ അത് പണയം വയ്ക്കാം, വിൽക്കാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പശ്ചാത്തലമെങ്കിലും വിപണിയെ ഇത് ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വരുന്നുണ്ടോ?
അഭിലാഷ്, ജ്വല്ലറികളിലൊന്നും തിരക്കുകൾ തീരെ കുറയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സ്വർണത്തിന് വില ദിനം പ്രതി കൂടുമെന്ന വാർത്ത. അതായത് ഇന്ന് സ്വർണം വാങ്ങിച്ചാൽ, ഇന്ന് 80,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ചാൽ നാളെ അതിന് 81,000 രൂപയുടെ മൂല്യമുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഒരു നിക്ഷേപം എന്ന തരത്തിൽ സ്വർണം വാങ്ങാനുള്ള വ്യഗ്രത കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ജ്വല്ലറി ഉടമകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ജ്വല്ലറികളിൽ പോകുമ്പോഴും തിരക്ക് തീരെ കുറയുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഈ ഓണ സമയത്തും ഒക്കെ വലിയ രീതിയിലുള്ള തിരക്കുകളാണ് ജ്വല്ലറിയിൽ കണ്ടത്. ഒരു 4 മാസത്തെ ഇടവേളയിൽ 8,000-ഓളം രൂപയാണ് സ്വർണത്തിന് കൂടിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള തിരക്ക് കുറയുന്നത് കാണാൻ കഴിയുന്നില്ല. അത് നിക്ഷേപം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ ഇത് കാണുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപമായിട്ട് സ്വർണത്തെ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വർണത്തിന് വില ഏറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു 10,000 രൂപയോളം വർദ്ധിച്ച് സ്വർണത്തിൻ്റെ വില 90,000-ലേക്ക് എത്തുമെന്ന് തന്നെയാണ് ജ്വല്ലറി ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ കൂടി സ്വർണം വാങ്ങുന്ന ആളുകളിൽ കുറവുണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സർവ്വകാല റെക്കോർഡിൽ എത്തിയിട്ട് പോലും ജ്വല്ലറികളിൽ തിരക്ക് ഏറുകയാണ് സ്വർണം വാങ്ങുന്നതിന്. മാത്രമല്ല ട്രേഡിങ്ങിലും സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിച്ചു വരികയാണ്. സ്വർണത്തിൻ്റെ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ US ഫെഡറൽ പരിശോധനകൾക്ക് കുറയ്ക്കുന്നതും ട്രേഡ് യുദ്ധങ്ങളും താരിഫ് യുദ്ധങ്ങളുമൊക്കെ ഇത്തരത്തിൽ സ്വർണത്തിൻ്റെ വില കൂടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സ്വർണത്തിൻ്റെ വില ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അതാണ്, സ്വർണ്ണവില ഉയരുമ്പോഴും വിപണിയെ കാര്യമായി ബാധിക്കുന്നില്ല. ഒരു പക്ഷേ സ്വർണം വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞേക്കാം. അതായത് കരുതി വെക്കുന്ന തുകയ്ക്ക് പ്രതീക്ഷിക്കുന്ന അളവ് ലഭിക്കില്ല. പക്ഷേ സ്വർണത്തിനായി മാറ്റിവെക്കുന്ന ഒരു തുക അതിപ്പോഴും മലയാളികൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് വിപണിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭരണ വിപണി എന്നതിനപ്പുറത്ത് സുരക്ഷിതമാകുന്ന ഒരു നിക്ഷേപം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കണക്കിലെടുത്താൽ മറ്റെവിടെ നിക്ഷേപിച്ചാലും ഇത്രയും മൂല്യം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തോടുള്ള ഒരു ഭ്രമം ഇപ്പോഴും കുറയാത്തത്. ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലൊക്കെ സ്വർണത്തിന് ഇപ്പോഴും കൃത്യമായി വിപണിയുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് ഈ മേഖലയിലുള്ളവരുടെ, അതായത് വ്യാപാരികൾക്ക് പറയാനുള്ളത് എന്നതുകൂടി ശ്രദ്ധിക്കാം. സ്വർണ്ണവില ഇന്ന് പവന് 80,000 രൂപ കടന്നു. 80,880 രൂപയാണ് ഇന്ന് പവൻ സ്വർണത്തിന് വില. 1 ഗ്രാം സ്വർണത്തിന് 125 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയാണ് 10,110 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണവില 10,000 രൂപ കടക്കുന്നത്. 2022 ഡിസംബർ 29-നാണ് 5,005 രൂപ എന്ന സ്വർണ്ണവിലയിലേക്ക് എത്തിയത്. 3 വർഷത്തിനുള്ളിൽ 10,000 രൂപ കടന്ന് ഇരട്ടിക്കും മുകളിലാണ് ഇന്ന് സ്വർണത്തിൻ്റെ വില. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്ക് വർധനവ്, അതുപോലെ തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് സ്വർണ്ണവില വർധനവിന് കാരണം. അതോടൊപ്പം തന്നെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നവർ ഹോൾഡ് ചെയ്യുന്നതാണ് സ്വർണ്ണവില വർധനവിൻ്റെ മറ്റൊരു കാരണം. ഇതാണ് ഈ സ്വർണ്ണവില എന്തുകൊണ്ട് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ വർദ്ധിക്കുമ്പോൾ വിപണിയുടെ സാഹചര്യം എന്ത് എന്നതാണ് നമ്മൾ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേസമയം ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു മലയാളികൾ. അത്തരം ആഘോഷങ്ങൾക്കെല്ലാം സമാപനമാവുകയാണ്. ഇതിനിടെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്നാണ് നടക്കുന്നത്. ജലഘോഷയാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന വള്ളംകളിയിൽ 51 പള്ളിയോടങ്ങൾ ആണ് പങ്കെടുക്കുക. A-B ബാച്ചുകളിൽ ആയാണ് മത്സരം. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എത്രത്തോളം ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ? അഭിലാഷെ, ആറന്മുളയെ സംബന്ധിച്ചും ആറന്മുള പ്രദേശത്തെ നിവാസികളെ സംബന്ധിച്ചും ഈ വള്ളംകളി ഒരു പ്രധാന ആഘോഷമാണ്. അത് ഓണത്തിന്റെ ഏറ്റവും പ്രധാനമായി അവർ ആഘോഷിക്കുന്നത് ഉത്രട്ടാതി ജലമേളയാണ്. ആ ജലമേള എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വള്ളംകളിയെ പോലെ അല്ല കാണുന്നത്. കാരണം പള്ളിയോടങ്ങളാണ്, വള്ളങ്ങളെ പള്ളിയോടങ്ങളാണ് പറയുന്നത്. ആറന്മുള പാർത്ഥസാരഥിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് ഈ പള്ളിയോടങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായും ആചാര അനുഷ്ഠാനങ്ങളോട് കൂടി നടത്തുന്ന ഒരു വള്ളംകളി എന്ന് പറയും. ജലമേളയെന്നും ജലമേളയാണിത്. അപ്പോൾ സ്വാഭാവികമായും കരക്കാരെ സംബന്ധിച്ച് 52 കരക്കാരാണുള്ളത്. 52 കരകളിൽ 51 പള്ളിയോടങ്ങൾ ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കും. അത് മത്സര വള്ളംകളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും മത്സരം മാത്രമല്ല, വഞ്ചിപ്പാട്ടിന്റെ താളമുണ്ട്, തൊഴുത്തിലുണ്ട്, അതുപോലെ തന്നെ താളത്തിൽ തുഴയുക, അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഒരു ചെറിയ വേഗം കൂടി പരിഗണിച്ചാണ് ഇപ്രാവശ്യം
വള്ളംകളി നടത്തുന്നത്. അതായത് നമ്മൾ സാധാരണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പാലിച്ചുകൊണ്ടുള്ള നടത്തുന്ന ഒരു വള്ളംകളി എന്ന പ്രത്യേകതയാണ് ആറന്മുളയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഉത്രട്ടാതി ജലമേള ഈ പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 51 പള്ളിയോടങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ജലമേളയാണ് നടക്കുന്നത്. ജലമേള 1:30 ആരംഭിക്കും. ഇതിന്റെ പൊതുസമ്മേളനം മന്ത്രി കെ രാജന ഉദ്ഘാടനം ചെയ്ത് ആദ്യം ജലമേള മത്സരം നടക്കുന്നതിനുള്ള ജലമേളയുടെ ആദ്യത്തെ ജലമേളയുടെ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ജലമേളയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജും ഒപ്പം മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ വിപുലമായ പരിപാടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. 1:30 തന്നെ മത്സരങ്ങൾ സമ്മേളനം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. ജയസൂര്യ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. 52 കരകളിൽ പള്ളിയോടങ്ങളെ പ്രവേശിച്ചിട്ട ആളുകളും അതുപോലെ തന്നെ കരക്കാരും ഒക്കെ ഉച്ചയോടുകൂടി തന്നെ ഈ ആറന്മുള സത്രക്കടലിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. അവിടെ എത്തിച്ചേരും. അതിനുശേഷം ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. അത് ഈ പറയുന്ന പോലെ ഈ ബാക്കികളിലാണ്. അതാണ് എന്തായാലും ആചാരപ്പെരുമയോടുകൂടി തന്നെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കാൻ പോകുന്നത്. ഒപ്പം സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളുടെ ഒരു സമാപനം കൂടിയാണ്. തലസ്ഥാനത്ത് ഇന്ന് ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായ സമാപനമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.